Hi all, welcome back to Main Flavors for you. നമ്മൾ ചെയ്യാൻ പോകുന്നത് മട്ടൻ ലിവർ വെച്ചിട്ടുള്ള അടിപൊളി സ്പൈസി കറിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ചെറിയ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 3/4 കിലോ മട്ടൻ ലിവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ ചില്ലി, 1.5 സവാള ചോപ്പ് ചെയ്തത്, ഒരു സവാള ഫ്രൈ ചെയ്തത്, കുറച്ച് സ്പൈസസ്, 2 ടേബിൾ സ്പൂൺ തൈര്, 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കിനി പ്രിപ്പറേഷനിലോട്ട് പോകാം. ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഒരു പീസ് പട്ടയും, 3 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുള്ളത്. ഇനി സ്പൈസസ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട്. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നുകൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കുക്കായി കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തക്കാളി ഇതുപോലെ നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു സവാള ഫ്രൈ ചെയ്തതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സായ ശേഷം നമുക്കിതിലേക്ക് മസാല പൗഡേഴ്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതാ നമ്മുടെ മസാല പൗഡേഴ്സിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോയി. അപ്പോൾ നമുക്കിനി നമ്മുടെ മട്ടൻ ലിവർ ചേർത്ത് കൊടുക്കാം. ഇതൊരു 3/4 കിലോ മട്ടൻ ലിവറാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ മസാലേൻ്റെ കൂടെ ഈ ലിവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് ആ ഫ്ലേവറൊക്കെ എല്ലാം ഈ മസാലയിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റോളം അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ആ മസാലയൊക്കെ ഫുൾ ആ പെപ്പർ പൗഡറിൻ്റെ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നന്നായി കമ്പൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ്. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, നോർമൽ വാട്ടർ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പിൻ്റെ അളവൊന്ന് കറക്റ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ലിഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത്. ഒരു 25 മിനിറ്റ് കൊണ്ട് എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിവർ മസാല കറി റെഡി ആയിട്ടുണ്ട്. അപ്പം, പൊറാട്ട, പത്തിരി, ഗീ റൈസ് അങ്ങനെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്കിതിലേക്ക് അവസാനത്തെ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ട് ഇത് അടച്ചു വെക്കുകയാണ്. ഫ്ലെയിമൊക്കെ ഓഫ് തന്നെയാണ്, പക്ഷേ ആ ചൂടിൽ കിടന്ന് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ കറിയിൽ നന്നായി വരും.
ഇത് നമുക്കിതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്പൈസി മസാല ലിവർ കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് നമ്മൾ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.